അരുൺചേട്ടാ, കണക്കൂട്ടലൊക്കെ എന്തായി? BDJS ജയിക്കോ? NDA ഇപ്രാവശ്യം വൻ വിജയം കാണും. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ പോളിംഗ് കുറഞ്ഞു, 65 ദശാംശം സംതിങ് ആണ് പോളിംഗ്. ആ കുറയുന്നതിന്റെ ഗുണം തീർച്ചയായിട്ടും NDAക്കാണ് ലഭിക്കുന്നത്. എത്ര ഭൂരിപക്ഷം കിട്ടി നിങ്ങൾക്ക്? 15,000-നും 25,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ നിലവിൽ മാവേലിക്കര മണ്ഡലത്തിലുണ്ട്. ഓരോ മണ്ഡലത്തിലും നിങ്ങൾക്ക് എത്ര വോട്ടുകൾ വെച്ച് കിട്ടാനാണ് സാധ്യത? 4ഓളം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും. 3ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തായാലും നമുക്ക് ജയിക്കാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിയും. ചേട്ടാ, മാവേലിക്കര, ചെങ്ങന്നൂര്, കുന്നത്തൂര്, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 20,000-ന് മുകളിൽ വോട്ടിട്ട് ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ്. ഇപ്രാവശ്യം അത് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. അതിന്റെ ഇരട്ടി പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം 1,33,546 വോട്ടാണ് നിങ്ങൾ പിടിച്ചത്. ഇത്തവണ അതും പിടിക്കണം. ജയിക്കണമെങ്കിൽ 2 ലക്ഷം കൂടെ അധികം പിടിക്കും. എന്താ സംശയ കാര്യത്തില്? നമ്മൾ ഒന്നുമില്ലാതിരുന്നല്ല ഇത്രയൊക്കെ കയറി വന്നിട്ടുള്ളത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലീഡ് ചെയ്യാതെ ഇത്തവണ 2 ലക്ഷം വോട്ട് അധികം പിടിക്കുന്നതാണോ നിങ്ങൾ പറയണത്? പല സ്റ്റേറ്റുകളിലും ഒരു സീറ്റ് പോലും ഇല്ലാത്തടത്ത് ഭരിക്കുന്നുണ്ടല്ലോ. മാവേലിക്കരയിലെ കുറച്ച് UDF-കാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവരെ കണക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ചേട്ടാ, മാവേലിക്കരയിൽ ഇത്തവണയും ജയിക്കുമോ? തീർച്ചയായിട്ടും ജയിക്കും. ഭൂരിപക്ഷം എത്ര കിട്ടും? ഭൂരിപക്ഷം ഒരു 5 ലക്ഷം വോട്ട് എന്തായാലും കിട്ടും. ശരി, 8,70,000-ന് മുകളിൽ വോട്ട് ഇത്തവണ പോളിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കിട്ടും? ഞങ്ങൾക്കൊരു 5 ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടാനാണ് സാധ്യത. കഴിഞ്ഞ തവണ നിങ്ങൾ 7 നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിലായിരുന്നു, ശരിയാ. പക്ഷെ ഇത്തവണ നിങ്ങൾ പിന്നിപ്പോവും. ഒരിക്കലും മാറത്തില്ല. അതേ രീതിയിൽ തന്നെ അതിൽ കൂടുതൽ വോട്ട് എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. LDF-ന്റെ നല്ല സ്ഥാനാർത്ഥിയാണ്, അവർ നല്ല വോട്ട് പിടിക്കും. 7 അസംബ്ലി മണ്ഡലങ്ങളിലും LDF UDF-നേക്കാൾ പിന്നിലോട്ട് പോവുകയുള്ളൂ. ഈ മാവേലിക്കര മണ്ഡലത്തിൽ തന്നെ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഡ് 1000 താഴെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ അവിടത്തേക്ക് അവസ്ഥ എന്തായാലും അത് മാറി മറിയും. അതിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ കൊട്ടാരക്കരയിലും കുട്ടനാടും ഒക്കെ വളരെ ചെറിയ മാർജിനാണ് നിങ്ങൾക്കുള്ളത്. അവിടെയൊക്കെ അവർ കയറി പോകും. ഈ വട്ടം കൃത്യമായ വലിയ മാർജിനിൽ അവിടെ നിന്ന് ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം കുട്ടനാടാണ് നിങ്ങൾക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത്, 55,253. ഇപ്രാവശ്യത്തെ സ്ഥിതി എന്താ? അവിടെ 4 വോട്ട് കൂടുതൽ കിട്ടില്ല. ഈ പ്രാവശ്യം സാഹചര്യം എല്ലാം മാറി കിട്ടി. പ്രാവശ്യം NDAയും കുറെ വോട്ടങ്ങ് പിടിക്കും. NDA സ്ഥാനാർത്ഥി ചിത്രത്തിലായില്ലല്ലോ. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പോയ ആളല്ലേ NDA സ്ഥാനാർത്ഥി? അങ്ങനെ പലരും വരും പോകും, അത് സ്വാഭാവികമല്ലേ. അങ്ങനെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും നിങ്ങളെ കുറെ വോട്ടങ്ങ് പുള്ളി പിടിക്കുമല്ലോ. ഒരു കാരണവശാലും BJPക്ക് കൃത്യമായിട്ട് വോട്ടിലെ ഗ്രാഫ് കുറയുകയുള്ളൂ. നമുക്ക് എത്ര സീറ്റ് LDF മൊത്തം കേരളത്തിൽ കിട്ടും? എന്താണ് ഏട്ടാ കണക്കൂട്ടല്? C. അരുൺകുമാർ ജയിക്കോ? സംശയം എന്താ? ഉറപ്പായിട്ടും ഈ മണ്ഡലത്തിൽ C. അരുൺകുമാർ വിജയിച്ചിരിക്കും. എത്ര ഭൂരിപക്ഷം കിട്ടും? ഈ മണ്ഡലത്തിൽ 45,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി വമ്പിച്ച വിജയം C. അരുൺകുമാറിനുണ്ടാവും. 8,70,000-ന് മുകളിൽ വോട്ടാണ് ഇപ്രാവശ്യം ബോൾ ചെയ്തത്. നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും? 47-48% വോട്ട് LDF-ന് കിട്ടും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും നിങ്ങൾ ലീഡ് ചെയ്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ജയിക്കും? ഇപ്പം യഥാർത്ഥത്തിൽ UDF-ന് ഒരു പ്രതീക്ഷയില്ലല്ലോ. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് എത്രയൊക്കെ ഭൂരിപക്ഷം കിട്ടും? പത്തനാപുരം മണ്ഡലത്തിൽ 7,000 വോട്ടും, കൊട്ടാരക്കര, മാവേലിക്കര, കുന്നത്തൂർ മണ്ഡലങ്ങളിൽ 10,000 വോട്ടിൽ കുറയാതെ തന്നെ ഞങ്ങൾ ലീഡ് ചെയ്യും. ചങ്ങനാശ്ശേരിയിൽ കൊടിക്കുന്നിൽ സുരേഷിന് വമ്പൻ ലീഡായിരുന്നു. 20,000-ലേറെ വോട്ടിൽ 20,000 വോട്ട് അന്ന് ലീഡ് ചെയ്ത രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ. അന്നത്തെ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്തിനാ ഇപ്പൊ കൂട്ടുന്നേ? ഈ കൊടിക്കുന്നിൽ സുരേഷ് 69,500 വോട്ട് പിടിച്ച കുന്നത്തൂർ മണ്ഡലത്തിലാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പുള്ളിക്കല്ലേ അനുകൂലം? അവിടെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ 7,000 വോട്ടിന് അവിടെ പിന്നിലായിരുന്നു. നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലയോ? ആ രാഷ്ട്രീയ സാഹചര്യമേ അല്ല. മലയാളത്തിലല്ലേ ഇത് പറയുന്നത്? ശരി, കണക്കൂട്ടൽ എന്തായാലും ജൂൺ 4 വരെ. ജൂൺ 4 കാണാം.